ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ പദം ഒരിക്കലും നഷ്ടപ്പെടാതെ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരേ സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുക. ഒരേ സൈഡിൽ തന്നെ റൗണ്ടിൽ പതുക്കെ ഈ സ്പാറ്റുല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലോർ ഒരിക്കലും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. തിരക്ക് പിടിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിൻ്റെ അടിയിൽ ഈ ഇട്ട് കൊടുക്കുന്ന മിക്സ് ആവാതെ അങ്ങനെ കെടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. വാനില പൗഡറും ഞാൻ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. ബേക്കറിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വാനില പൗഡർ. അത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങിച്ച് വെച്ചാൽ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടും. പക്ഷേ വാനില പൗഡർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലോറും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലും കുറേശ്ശെയായിട്ട് ചേർത്ത് അതേ മോഡലിൽ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 തവണയായിട്ട് ഈ ഓയിൽ കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുമിച്ച് ഒരിക്കലും ഒഴിക്കരുത്. ഈ പത നഷ്ടപ്പെട്ടു പോകാതെ വേണം നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലുള്ള ഒരു ചെറിയ പാത്രത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിനാഗിരി ചേർക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ മിക്സ് നമ്മുടെ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കേക്കിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ മിക്സിങ് ആവരുത്. കറക്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവണം അത്രമാത്രം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പഴയ തട്ടോ അല്ലെങ്കിൽ ഒരു പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന പാത്രം കൂടി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ്സ് ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തണുപ്പിച്ച ബൗൾ വെച്ച് കൊടുക്കുകയാണ്. ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളും പ്രത്യേകം നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു 2 കപ്പ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് തണുത്തിട്ടുള്ള ക്രീം തന്നെ ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ക്രീം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഐസ് ക്രിസ്റ്റൽസ് അതിലുണ്ടാവില്ല. ഐസ് ക്രിസ്റ്റൽസ് പാടില്ല, എന്നാൽ നല്ല തണുപ്പും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ക്രീം ലോ സ്പീഡിൽ തുടങ്ങി ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഈ ക്രീം ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഐസിങ് ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര നന്നായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. അത് വെന്തോന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. സ്ക്യൂവറിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് വെന്തു എന്നാണ്. ഇനി ഈ കേക്ക് നമുക്ക് ഒന്ന് നന്നായിട്ട് തണുത്ത ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിനെ ഞാനിവിടെ പാനിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കിത് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം.